അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ UDF തുടർഭരണം നേടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ തുടർഭരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാളാണ് ഷബീർ കർമുക്കിൽ. അദ്ദേഹം നേരത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടും എന്ന് ഈ നാട്ടുകാരും UDF പ്രവർത്തകരും പല പ്രാവശ്യം നമ്മോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 13 വാർഡുകളാണ് UDF ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 17 വാർഡുകളിൽ വിജയിച്ചു. 6 വാർഡുകൾ മാത്രമാണ് LDF കിട്ടിയത്. ഒരെണ്ണം UDF പിടിച്ചു, BJP പിടിച്ചു. ഒരുപക്ഷെ UDF പ്രവർത്തകർക്ക് വലിയൊരു സന്തോഷ നിമിഷമാണ്, അഭിമാന നിമിഷമാണ്. ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷബീർ കർമുക്കിൽ അവിടുന്ന് മുകളിൽ പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് താഴേക്ക് വരികയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വേണ്ടി വരികയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തൊട്ടടുത്ത് തന്നെ എല്ലാം സജ്ജമായിട്ടുണ്ട്. വലിയൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് വേണ്ടി പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ ആലോചിച്ചുകൊണ്ട് പ്രവർത്തന പദത്തിൽ അദ്ദേഹം നേടിയെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ അങ്ങാടിപ്പുറത്തിന്റെ പ്രസിഡന്റായ ഷബീർ കർമുക്കിൽ ഇവിടെ അടുത്തേക്ക് കടന്നു. അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണമാണ്. UDF പ്രവർത്തകരും നാട്ടുകാരെല്ലാം അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണമാണ്. അദ്ദേഹം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വലിയൊരു ഈ അങ്ങാടിപ്പുറത്തെ നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ അദ്ദേഹത്തിന് ഷാളണിയിച്ച്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നാട്ടുകാരും സത്യപ്രതിജ്ഞ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹം സത്യപ്രതിജ്ഞ നടക്കുന്ന ആ വേദിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വീക്ഷിക്കാൻ, അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വീക്ഷിക്കാനും അദ്ദേഹത്തിന് സ്വീകരണം നൽകാനുമായി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് പേരാണ് ഈ അങ്ങാടിപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി സത്യപ്രതിജ്ഞ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പ്രേക്ഷകർക്കായി സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് ഷബീർ കർമുക്കിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. Thank you. Yeah, ice. No. Yes. ഗ്രാമപഞ്ചായത്തിൽ ഷബീർ കർമുക്കിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ വിവേചനമില്ലാത്ത വികസനത്തിന് നേരത്തെ പ്രതിപക്ഷമൊക്കെ വിവേചനങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും വിവേചനമില്ല എന്ന് തെളിയിച്ചത് നമ്മളാണ്.
കൃത്യമായി പ്രതിപക്ഷത്തുണ്ടായിരുന്ന CPM-ന്റെ മെമ്പർ പോലും വിവേചനമില്ല എന്ന് നേരിട്ട് പറഞ്ഞത് നമ്മളോടാണ്. ആ വിവേചനമില്ലാത്ത വികസനം നേരത്തെ കാഴ്ചവെച്ച UDF-നെ ജനങ്ങൾ അവർ ഉന്നയിച്ചത്, അവർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത് ജനം സ്വീകരിച്ചു എന്ന് വേണം പറയാൻ. ജനങ്ങൾ വീണ്ടും നേരത്തെ കഴിഞ്ഞ തവണ 13 വാർഡുകളിൽ മാത്രമാണ് UDF വിജയിച്ചതെങ്കിൽ ഇത്തവണ 17 വാർഡുകളിൽ വിജയിപ്പിച്ചാണ് UDF-നെ വീണ്ടും അധികാരത്തിൽ എത്തിച്ചത് ഇവിടുത്തെ ജനങ്ങൾ. പ്രത്യേകിച്ച് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 17 വാർഡിൽ മാത്രമല്ല 24 വാർഡുകളിലുള്ള ജനപ്രതിനിധികളുടെയും ആവശ്യങ്ങൾ കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വിവേചനവുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഭരിക്കുക, ജനകീയ ഭരണമായിരിക്കും ഉണ്ടാവുക. ആ ജനങ്ങൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്താണ് അങ്ങാടിപ്പുറം. ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, ഇനി സർക്കാരിൽ നിന്നാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ടുകൾ ഉപയോഗിച്ചാണോ എന്തൊക്കെ വേണമെന്ന് കണ്ടെത്തി അതൊക്കെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്ന് കൂടി പഞ്ചായത്ത് പ്രസിഡന്റ്, ഇനി പഞ്ചായത്ത് പ്രസിഡന്റും തന്നെ പറയാമല്ലോ, ഷബീർ കർമുക്കിൽ നമ്മോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾക്കുള്ള ഒരു ഉറപ്പാണ്. വിവേചനം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഇതുവരെ വിവേചനം ഉണ്ടായിരുന്നില്ല, ഇനിയും വിവേചനമില്ലാത്ത ഭരണം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകുമെന്നാണ് ഷബീർ കർമുക്കിൽ പ്രസിഡന്റ് നമ്മോട് വ്യക്തമാക്കുന്നത്. ഏതായാലും മികച്ച ഭരണത്തിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ഷബീർ കർമുക്കിലിനും ഭരണസമിതിക്കും കഴിയട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് ഷബീർ കർമുക്കിൽ അഭിവാദ്യങ്ങൾ നേരുന്നു ചാർത്തുന്നു മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഷബീർ കർമുക്കിൽ വരണമെന്ന് ഈ നാട്ടിൽ എല്ലാവരും ആഗ്രഹിച്ചെന്ന പോലെ വേറെ ചില സുഹൃത്ത് ബന്ധങ്ങളും ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ ആ ചെയറിൽ നിന്നും ഈ ചെയറിലേക്ക് വരലേ വിവേചനം എന്ന് ആക്ഷേപിച്ചവർക്കുള്ളൊരു മറുപടി കൂടിയല്ലേ ഷബീർ കർമുക്കിൽ? ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും വിജയമാണ്. UDF-ന്റെ പ്രവർത്തകരുടെ, ഇവിടുത്തെ പൊതുജനത്തിന്റെ വിജയമാണ്. കുറെ കുപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഇലക്ഷന്റെ സമയത്ത്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ശരി എന്നതിന്റെ വിജയമാണ് ഇവിടെ ഉള്ളത്. ആ ഒരു ജനങ്ങൾ തന്ന വിശ്വാസം അത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഒരു വിവേചനമില്ലാതെ അങ്ങാടിപ്പുറത്തിനെ അഴകുള്ള അങ്ങാടിപ്പുറമാക്കി ഞങ്ങൾ മാറ്റും. അതില് എല്ലാവരുടെയും പിന്തുണ വേണം. എല്ലാവരുടെയും, ഒരാൾക്കോ അല്ലെങ്കിൽ ഞങ്ങൾ 17 പേർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടുത്തെ പൊതുജനം, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ അങ്ങാടിപ്പുറത്തെ ഒരു ജനകീയ പഞ്ചായത്താക്കി മാറ്റും. അതിന് പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളുടെയൊക്കെ പിന്തുണ ആവശ്യം. ഇവിടെ പല പദ്ധതികളും പൂർത്തീകരിക്കാനുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു ബഡ് സ്കൂൾ എന്നത്. അതുകൂടാതെ പല പദ്ധതികളും നേരത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ പ്രതീക്ഷയർപ്പിച്ചു നിങ്ങളെ. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ജനങ്ങൾ ഉൾക്കൊണ്ടു, വിശ്വസിച്ചു. അങ്ങനെ ഒരു വിജയം. കാരണം 13 കഴിഞ്ഞ പ്രാവശ്യം. എല്ലാ ആക്ഷേപങ്ങളും പ്രചാരണങ്ങളും എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ 17ലേക്ക് എത്തി. അതൊരു വലിയ വിജയമല്ലേ? ഞങ്ങളുടെ കുട്ടികളുടെ വിജയമാണ്. ഞാൻ ഈ വിജയത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസിഡന്റ്ഷിപ്പിനെ ഇവിടുത്തെ ഞങ്ങളെ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സമർപ്പിക്കുകയാണ്. കാരണം അവിടുത്തെ രക്ഷിതാക്കൾ, ഇപ്പൊ തങ്ങൾക്ക്, ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അടക്കം അറിയാം, അവർ വിളിക്കുമ്പോ ആ കുട്ടികൾ പറയും, ഞങ്ങൾ ഓരോരുത്തരുടെ പേരെടുത്ത കുട്ടികൾ പറയുന്നുണ്ട് വിജയിക്കണം, അവർ പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് അവരുടെ അമ്മമാരുടെ കണ്ണിലെ തിളക്കം നമുക്ക് പ്രതീക്ഷയേകുന്ന അവരുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസത്തെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. അതാണ് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങളുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ ജനകീയ പദ്ധതിയായ ബഡ്സ് സ്കൂളിനെ പൂർത്തീകരിക്കലാണ്. ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, ഒരു മാസ്റ്റർ പ്ലാൻ. നിങ്ങളൊക്കെ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഇങ്ങനെ പോരാ, ക്ഷേത്ര നഗരിക്ക് ഇങ്ങനെ ഒരു വികസനം പോരാ, അതിന് തുടർഭരണം കിട്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിന് ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒരു വിഷൻ, നിങ്ങൾക്ക് വലിയൊരു ടീമുണ്ട്. ഇപ്പോൾ ഉമറർക്കലിനെ പോലുള്ള ആളുകളുടെ ഉപദേശം, പിന്നെ തങ്ങള്, അബൂ താഹിർ തങ്ങള് തുടങ്ങി പല ആളുകളും ഒരുപാട് കാഴ്ചപ്പാടും ദീർഘവീക്ഷണമുള്ള ആളുകളാണ്. ഈ ടീം ഒരുമിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വലിയ വികസനങ്ങളിലേക്ക് ഈ നാടിനെ എത്തിക്കാൻ കഴിയും. വിഷനും മിഷനും ഉണ്ടാവും. വിഷനും മിഷനും ഉണ്ടായിട്ട് ഈ പഞ്ചായത്തിൽ
വലിയ പദ്ധതികൾ, ഞങ്ങളുടെ പദ്ധതികൾ തന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ പദ്ധതി തന്നെ ധാരാളമുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കും. ഇവിടുത്തെ ഡയാലിസിസ് രോഗികളെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അടുത്തത് ഞങ്ങൾ ആലോചിക്കുന്നത്. ഈ പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം അതാണ്. അത് കഴിഞ്ഞ ഭരണസമിതിയുടെ ജനകീയ പദ്ധതികൾ പൂർത്തീകരിക്കലും പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ച് കുറെ രോഗികൾ കഷ്ടപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകുന്ന രീതിയിൽ ഇവിടുത്തെ ക്ലബ്ബുകൾ, പൊതുപ്രവർത്തകർ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് വലിയൊരു ഫണ്ട് കളക്ഷൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. പഞ്ചായത്തിനെ, ഇവിടുത്തെ യുവാക്കളെയും ഒക്കെ കൂട്ടിയോജിച്ച് എല്ലാവരും ഒരുമിച്ച് ഇവിടുത്തെ ഒരു പൊതുജനത്തിന്റെ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ, നല്ല പദ്ധതികൾ ഉണ്ടെങ്കിൽ ആ പദ്ധതി ഇവിടെ നടപ്പാക്കും. അവരോട് ഞങ്ങൾ ഇലക്ഷൻ സമയത്ത് മാത്രമല്ല ഏതു സമയത്തും പല ആളുകളും നമുക്ക് ഇലക്ഷൻ സമയമല്ലാതെ തന്നെ നമുക്ക് ആളുകൾക്ക് നിർദ്ദേശം തരുന്നുണ്ട്. ഇപ്പോഴും അത് ചെയ്യണം, ഇത് ചെയ്യണം, വലിയ പ്രതീക്ഷയുണ്ട്. അത് ഞങ്ങളുടെ ഒരു പ്രസിഡന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നതിന് അടിവരട്ട് പറയുന്നു. ഞങ്ങളൊരു ടീം വർക്കായിട്ട് ഞങ്ങൾ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. അവസാനമായി ഒരു കാര്യം കൂടി, വിവേചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ വിവേചനമില്ലായിരുന്നു തെളിയിക്കുകയും ഇടതുപക്ഷത്തെ ഒരു മെമ്പർ തന്നെ വിവേചനം ഉണ്ടായിട്ടില്ലെന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുകയും അവസാനം അദ്ദേഹം UDF-നൊപ്പം ചേരുകയും ചെയ്തു. ഇനി ഒരുപക്ഷെ പ്രതിപക്ഷാംഗങ്ങൾക്ക് പോലും ചിലപ്പോൾ വിവേചനം ഉണ്ടായിരുന്നു പറഞ്ഞ് ഞങ്ങൾ എടുത്തില്ലല്ലോ. 24 മെമ്പർമാരും ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സഹപ്രവർത്തകരാണ്. ഈ എല്ലാ മെമ്പർമാർക്കും തുല്യമായിട്ട് വികസനത്തിന്റെ കാര്യത്തിൽ അവർ ആവശ്യപ്പെടുന്നത് കണ്ടറിഞ്ഞ് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു ഉറപ്പ് കൂടി പ്രസിഡന്റിന്റെ ഭാഗത്ത്. ഞാന് എന്റെ നേതാക്കന്മാരുടെയും ഇഷ്ടപ്പെടുന്ന ആളുകളുടെയും ഇവിടുത്തെ പൊതുജനത്തിന് മുമ്പൊന്നും സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതിനെ ബഹുമാനിച്ച് ഇവിടുത്തെ എല്ലാവരെയും, പൊതുജനത്തെ മാനിച്ച് ഇവിടുത്തെ മെമ്പർമാരെ അത് രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ മറ്റു ചിന്തകൾക്കപ്പുറത്തേക്ക് ഒരു ജനകീയമായ കാഴ്ചപ്പാടോടുകൂടി ഈ അങ്ങാടിപ്പുറത്ത് ഞങ്ങൾ കൊണ്ടുപോകും. ഏതായാലും വിവേചനമില്ലാത്ത ഒരു ഭരണമായിരിക്കും, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഭരിക്കുക. പ്രത്യേകം മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിവേചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവർക്ക് പോലും ഷബീർ കർമുക്കിൽ ഒരു കൃത്യമായ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും വിവേചനം ഉണ്ടായിരുന്നില്ല, അത് ജനങ്ങൾ വിശ്വസിച്ചു. അതിന്റെ ഫലമാണ് 17 വാർഡുകളിൽ UDF-നെ വിജയിപ്പിച്ചത്. അതുകൂടാതെ ഇനിയും ഈ ഭരണസമിതിയിലെ പ്രതിപക്ഷാംഗങ്ങളെ കൂടി ചേർത്ത് പിടിച്ച് ഈ നാടിന്റെ പുരോഗതിക്കായി പഞ്ചായത്ത് പ്രസിഡന്റ് നിലയ്ക്ക് ഒരുമിച്ച് ഒരു ടീം വർക്കായി നിൽക്കാൻ കഴിയും. മറുപക്ഷം, സ്വന്തം പക്ഷം എന്നതൊന്നും ഇതിനകത്തില്ല. നാടിന്റെ നന്മയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നെങ്കിൽ ഒരുമിച്ച് നിന്ന് നാടിന്റെ പുരോഗതിക്കായി പരിശ്രമിക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അങ്ങനെ സംഭവിക്കട്ടെ. ഷബീർ കർമുക്കിൽ എല്ലാ ആശംസകളും നേരുന്നു. മികച്ചൊരു ഭരണം കാഴ്ചവെച്ച് അടുത്ത പ്രാവശ്യവും ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി ഇരിപ്പുറപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ ഷാനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.